കൊച്ചി പെരുമ്പടപ്പിൽ കരുണാകരൻ റോഡിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന പുഴയുടെ ഡ്രഡ്ജിംഗ് പ്രവൃത്തികൾ അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് നാട്ടുകാർ രംഗത്ത്. പുഴയിൽ നടക്കുന്ന പ്രവൃത്തികൾ ലക്ഷ്യം കാണുന്നില്ലെന്നും ആവശ്യമായ മേൽനോട്ടമില്ലാതെയാണ് നിലവിൽ ജോലികൾ മുന്നോട്ട് പോകുന്നതെന്നും പ്രദേശവാസികൾ. കൊച്ചി പെരുമ്പടപ്പ് കരുണാകരൻ റോഡിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന പുഴയുടെ ഡ്രഡ്ജിംഗ് പ്രവൃത്തികൾ അശാസ്ത്രീയമാണെന്നും വൻതുക മുടക്കി നടത്തുന്ന ഈ പ്രവൃത്തി നാടിനോ പുഴയ്ക്കോ പ്രയോജനകരമല്ലെന്നും നാട്ടുകാരുടെ പരാതി. ഏകദേശം 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 60ാം ഡിവിഷനിലെ ഈ ഡ്രഡ്ജിംഗ് നടക്കുന്നത്. എന്നാൽ ഈ പ്രവൃത്തിയുടെ യഥാർത്ഥ ലക്ഷ്യമോ ഡ്രഡ്ജിംഗ് എത്ര ആഴത്തിൽ എത്ര വീതിയിൽ വേണമെന്നോ ഉള്ളതിനെക്കുറിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും യാതൊരു അറിവുമില്ലെന്ന് പരാതി ഉയരുന്നു. കഴിഞ്ഞ 5 ദിവസമായി ഒരു ഉദ്യോഗസ്ഥൻ പോലും സ്ഥലത്ത് എത്തിയിട്ടില്ലെന്നും അതിനാൽ എസ്റ്റിമേറ്റ് തുക എത്രയാണെന്ന് കൃത്യമായി അറിയില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ പുഴയിൽ നിന്ന് കോരിയെടുക്കുന്ന മണ്ണ് പുഴയുടെ തീരത്ത് തന്നെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മഴ പെയ്താൽ ഈ മണ്ണ് വീണ്ടും പുഴയിലേക്ക് തന്നെ ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ പുഴയുടെ ആഴം കൂട്ടാൻ കോരിമാറ്റുന്ന മണ്ണ് പുഴയിൽ നിന്ന് അകറ്റി മാറ്റുകയാണ് വേണ്ടത്. പുഴയുടെ നാശത്തിലേക്കാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നയിക്കുകയും കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ പുഴയിൽ കലക്കിക്കളയുന്നതിന് തുല്യമാണിതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. 30 ലക്ഷം രൂപയുടെ ആണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല. യഥാർത്ഥ എസ്റ്റിമേറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. കാരണം ഉദ്യോഗസ്ഥർ ഈ 5 ദിവസമായിട്ട് ഇവിടെ വന്നിട്ടില്ല. ഇത് നോക്കാനോ ഇതിന്റെ എസ്റ്റിമേറ്റ് എന്താണെന്നോ എത്ര ആഴത്തിലാണെന്നോ എത്ര വീതിയിലാണെന്നോ ഇവിടെയുള്ള ജനങ്ങൾക്ക് ആർക്കും അറിയില്ല. ഏത് ഫണ്ടാണ് ഉപയോഗിക്കുന്നത് പോലും ഈ പരിസരവാസികൾക്കും ആർക്കും അറിയില്ല. നിലവിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോരിയിടാൻ സ്ഥലമുള്ള സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് മണ്ണ് വാരി അവിടെ ഇട്ടിട്ട് അവരൊരു കടമ കഴിച്ചു പോകുന്ന രീതിയാണ്. ഈ പുഴയുടെ ആഴം യഥാർത്ഥത്തിൽ ഈ ഭാഗങ്ങളിൽ കാണുന്ന ഭാഗങ്ങളിൽ 8 മീറ്ററിലോളം ആഴം ഉണ്ടായിരുന്ന പ്രദേശമാണ് എക്കൽ കയറി ഇങ്ങനെ നികർന്ന് നിൽക്കുന്നത്. അപ്പൊ ഇതിനെ പുനർജീവിപ്പിക്കാനാണ് ഈ ചെയ്യുന്നതെങ്കിൽ ഇതൊരിക്കലും പുനർജീവിതത്തിലേക്കല്ല, പുഴയുടെ നാശത്തിലേക്കാണ് ഈ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത് കോരി മാറ്റാതെ അവിടെ തന്നെ ഇട്ടാൽ വീണ്ടും ഇടിഞ്ഞ് അതിലേക്ക് വീഴാൻ 1 മണിക്കൂർ പോലും തികച്ചു വേണ്ട. കാരണം ഏറ്റമാണ് ഈ കയറുന്നത്. ഈ ഏറ്റത്തിൽ ഇത് അലിഞ്ഞ് തിരിച്ച് ആ കോരിയ ഭാഗത്തേക്ക് വീഴാൻ അധികം സമയമില്ല. 30 ലക്ഷം രൂപ വെള്ളത്തിൽ കായം കലക്കി കളയുക എന്നാണ് ഈ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.